പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഹായ് ഗൈസ്, എൻ്റെ പേര് അബ്ദുൾ മാലിക്. ഞാനിപ്പം മാജിയുടെ ബ്രാൻഡ് ഏജൻസിയായ മൂഡ് ബാറിൽ ബ്രാൻഡ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ഫ്രോക്ക് സ്കൂളിൽ വരുന്നതിന് മുമ്പ് 2 കൊല്ലം കൊല്ലത്ത് എൻ്റെ കസിൻസിൻ്റെ ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസൈനിങ് പരമായിട്ടും അല്ലാണ്ട് അക്കൗണ്ട്സ് പരമായിട്ടൊക്കെ അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഞാൻ ഡിസൈനിങ്ങിൽ കൂടുതൽ കാര്യം സെൽഫ് ലേണിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ബിസിനസ്സിൽ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടും ബിസിനസ്സിൽ എങ്ങനെ അല്ലെങ്കിൽ ബ്രാൻഡുകളിൽ എങ്ങനെ ഡിസൈനുമായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴാണ് ഞാൻ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ബ്രാൻഡിങ് ഞാൻ ആദ്യം സെൽഫ് ലേണിങ്ങിലാണ് പഠിച്ചു തുടങ്ങിയത്. ആ സെൽഫ് ലേണിങ്ങിലൂടെ പഠിച്ച് ബട്ട് അതിനൊത്ത് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഞാനിത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ എവിടെ പഠിക്കണം എന്നുള്ളൊരു ചിന്തയെ അങ്ങനെയാണ് ഫ്രോക്ക് സ്കൂൾ എന്ന ഓപ്ഷൻ കണ്ടുപിടിക്കുന്നത്. ഞാൻ ഫ്രോക്ക് സ്കൂള് കോണ്ടാക്ട് ചെയ്യുന്നിടം തൊട്ട് എനിക്ക് ഫുള്ളി വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. ഇപ്പം കോണ്ടാക്ട് ചെയ്ത് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിസൈൻ സ്കൂളിൽ ഡിസൈൻ പഠിപ്പിക്കണമെടുത്ത് കാണുന്നത്. പിന്നെ പേര് വ്യത്യസ്തമായിരുന്നു, ഫ്രോക്ക് സ്കൂൾ. അതും എന്നെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് തോന്നിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആണ് ഫ്രോക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തു. ഫ്രോക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് പഠിക്കുന്ന രീതികളാണേലും പിന്നെ അവിടെ നിന്നാണ് ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചത്. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇത്രയും വാല്യൂ ഉണ്ടെന്ന് പഠിച്ചതും ഫ്രോക്ക് സ്കൂളിൽ വന്നിട്ടാണ്. അത് കൂടുതലും പഠിപ്പിച്ചത് റായിസ് ആണ് മെൻറ്റർഷിപ്പിൽ. അത് കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ ഡിസൈനിങ്ങിൽ വരുമ്പോൾ ഫിയാസാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഫിയാസ് മാനിപ്പുലേഷനിലായിരുന്നു മെയിൻ ആയിട്ട് ഞങ്ങളെ ഫോക്കസ് ചെയ്യിപ്പിച്ചത്. ബട്ട് അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫിയാസിൻ്റെ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് മാജി ബ്രാൻഡിങ്ങിലോട്ട് ഞങ്ങൾ കടക്കണം. അങ്ങനെ മാജിലൂടെ ഇന്റേൺഷിപ്പ് പോലെ തന്നെയാണ് കയറിയത്. അപ്പോൾ മാജിലൂടെ ബ്രാൻഡിങ്ങിൽ റിയൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് കുറേ എക്സ്പീരിയൻസ് കിട്ടി. അതായത് എന്തൊക്കെയാണ് ഇതിനകത്തെ പ്രോബ്ലംസ്, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഹാപ്പിനെസ്, എല്ലാം ആ ഒരു കാലയളവിൽ എനിക്ക് മാജിലൂടെ വർക്ക് ചെയ്ത് കിട്ടി. അതിൽ ബ്രാൻഡ് നെയിംസ് അല്ലെങ്കിൽ ലോഗോസ് അങ്ങനെ പലതിനും വർക്ക് ചെയ്തു. പല മേഖലയിലും ബ്രാൻഡിങ്ങിൽ ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രോക്ക് സ്കൂളിൽ നിന്ന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം ഫിയാസ് ആണേലും മാജി ആണേലും പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഡിസൈനിങ്ങിൽ എപ്പോഴും തിങ്കിങ് പ്രോസസ്സിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി ഡിസൈനിങ്ങിലും ചെയ്യണം, തിങ്കിങ് പ്രോസസ്സാണ് ആദ്യം നമുക്ക് വരേണ്ടത്. എങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്നോ അവിടെയാണ് നല്ലൊരു ഡിസൈൻ ഉണ്ടാകുന്നതെന്നാണ് എപ്പോഴും ഇവർ രണ്ടുപേരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു വേയിൽ കൂടെ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാറ് ഞങ്ങളെ. പിന്നീട് എനിക്ക് ഫ്രോക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് നല്ല പുതിയ അറിവുകൾ നേടാൻ തുടങ്ങി, പുതിയ അറിവുകൾ പഠിക്കാൻ തുടങ്ങി, കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി പല കാര്യങ്ങളും. അങ്ങനെ അതൊരു പാർട്ടായിട്ട് എനിക്ക് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് നല്ല സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടി. എൻ്റെ 4th ബാച്ച് ആണെങ്കിലും ഞാൻ 4th ബാച്ചിലായിരുന്നു. 4th ബാച്ചിൽ ഞങ്ങളുടെ സൗഹൃദങ്ങൾ, പിന്നെ ഫ്രോക്ക് ടീമും എപ്പോഴും ഞങ്ങളുടെ എല്ലാ വളർച്ചയിലും ഫ്രോക്ക് ടീം ഞങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അപ്പം ഞങ്ങൾ പഠിച്ചത് ഡിസൈനിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എഡിറ്റിങ് പഠിക്കണം, ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ ഫ്രോക്ക് ടീമിൻ്റെ എഡിറ്ററിൻ്റെതായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റിന് ഇവിടെ ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ഡയറക്ടറാണ് ഫ്രോക്ക് ടീമിൻ്റെ. അപ്പോൾ അവിടെ ആ ആളടുത്ത് പോവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇപ്പം മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ റായിസിൻ്റെ അടുത്ത് പോവും. അങ്ങനെ എല്ലാ മേഖലയും ഞങ്ങൾ ഫ്രോക്ക് സ്കൂളിൽ വന്നിട്ട് പഠിച്ചിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ബെനിഫിറ്റ്. ഫ്രോക്ക് സ്കൂളിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഡിസൈനിങ് എങ്ങനെ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ എത്ര റേറ്റിന് സെല്ല് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ വന്ന് ഫ്രോക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്ന ടൈം കൊടുക്കുന്ന ഡിസൈൻ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺസെപ്റ്റിൽ ചെയ്യുന്ന ഡിസൈൻസ് എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചെയ്ത വർക്കുകളാണെന്ന് സോഷ്യൽ മീഡിയ, പിന്നെ ഉള്ളത് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു, ബ്രാൻഡ് പ്രോജക്റ്റ് ചെയ്തു സ്വന്തമായിട്ട്. അത് കഴിഞ്ഞിട്ട് ചെയ്തതാണ് ലാസ്റ്റ് നമ്മുടെ വരുന്നതാണ് പാക്കേജിങ് ഡിസൈനിൽ ഞാൻ ചെയ്ത പാക്കേജിങ് ഡിസൈൻ അർബൻ ക്രഷ്. ഇതൊരു എക്സ്പെരിമെൻ്റൽ പാക്കേജിങ് ആണ് ഉദ്ദേശിച്ചത്. ജ്യൂസാണ്, കപ്പിൾ ജ്യൂസ് എന്ന് പറയും. ഒരു ജ്യൂസ് ബോട്ടിൽ 2 സൈഡിൽ ഒരു സ്ട്രോ ഇട്ട് കപ്പിൾസ് കുടിക്കുക എന്നുള്ളത് ഇതാണ് ഉദ്ദേശിച്ചത്. ഇതിൽ കൊണ്ടുവന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാൽറൂം ഡാൻസ്. യൂറോപ്പിൽ ഒരു ഡാൻസ് ഉണ്ട്, കപ്പിൾസ് ഡാൻസ് ചെയ്യണ ഒരു കൺസെപ്റ്റാണ് ഇതിൽ കൊണ്ടുവന്നതെന്ന് കണ്ടറിയാം. ഇതിൻ്റെ പേര് ജ്യൂസി ഡോ എന്നാണ്. 2 ഫ്ലേവർ മിക്സ് ചെയ്തിട്ടാണ് ഈ ജ്യൂസ് വരുന്നത്. ഇത് എക്സ്പെരിമെൻ്റലായിട്ട് ഞാൻ ചെയ്തതാണ്. എവിടെ ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു കോമ്പറ്റീറ്ററും ഇല്ല. ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒന്നാണ്.
ഈ പാക്കേജിങ്. ഒരു ഡിസൈൻ എങ്ങനെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന ടൈമിന് എങ്ങനെ ആ ഡിസൈനിനെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോൺസെപ്റ്റിന് എത്ര വാല്യൂ ഉണ്ട്, ഇതൊക്കെ ഞാൻ പഠിച്ചത്. അതിനു മുമ്പ് എനിക്ക് അത്രത്തോളം അറിയില്ലായിരുന്നു എങ്ങനെയൊക്കെ ഇത് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഇത്ര റേറ്റ് പറയാമോ, അല്ലെങ്കിൽ ഇത്ര സെല്ലിംഗ് റേഷ്യോ പറയാമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നമുക്കറിയാം ഡിസൈനേഴ്സ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഡിസൈൻ ഇത്ര ചെയ്തു കൊടുത്താൽ അവർ പറയും ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനകത്തൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ എനിക്ക് പിന്നെയാണ് ഇവിടെ വന്നേ പിന്നെയാണ് ആ റിയലൈസേഷൻ കിട്ടിയത്, ഇത് എങ്ങനെ സെല്ല് ചെയ്യണം, നമ്മുടെ വാല്യൂ അല്ലെങ്കിൽ ടൈമിന് വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ കോൺസെപ്റ്റിന് ഇത്ര വാല്യൂ, ഇതെല്ലാം മനസ്സിലായത് എനിക്ക് ഫ്രോഗ് സ്കൂളിൽ വന്ന ശേഷമായതാണ്. ബാച്ചിലെ ഒരു ഒരു എന്താണ് ഐക്യം, അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഡിസൈനിങ്ങിലാണെങ്കിലും ഞങ്ങളുടെ തിങ്കിങ്ങിലാണെങ്കിലും. അതെപ്പോഴും അതെല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ടാണ് ഡിസൈനിങ്ങിൽ എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണം എന്നൊരു മൈൻഡ് ഉള്ളതുകൊണ്ടും കൂടാണ് ഞങ്ങളുടെ ബാച്ചിൽ അത്രയും ഒരു എല്ലാവരും ആ ഒരു മൈൻഡിൽ പോയത്.